ഹലോ പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ജെമിനിയിൽ ഒരു ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ എല്ലാവരും ജെമിനിയിലാണ് കുറേ ഫോട്ടോസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ. നമുക്ക് പലപ്പോഴും ഒരു നല്ല റിസൾട്ടും വരുന്നുണ്ട്, ചിലപ്പോൾ റിസൾട്ട് കറക്റ്റ് ആയിട്ടും വരാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഒരു മോഹൻലാലിന്റെ കൂടെ ഒരു ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആ വീഡിയോസ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, ജെമിനിയിൽ എൻ്റെ ഫ്രണ്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് എൻ്റെ ഫോട്ടോസാണ്. ഞാനും മോഹൻലാലും അടുത്തടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്കൊന്ന് സെറ്റ് ചെയ്ത് അയച്ചു തരുമോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജെമിനി നമ്മളോട് പറയുകയാണ്, തീർച്ചയായും നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ മോഹൻലാലിനൊപ്പം നിങ്ങൾ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ജെമിനി നമുക്കൊരു ഫോട്ടോസ് നിർമ്മിച്ചു തരികയാണ്. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് വരും. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ അവിടെ ടൈപ്പ് ചെയ്തു, ഫോട്ടോ വന്നില്ല, ഞാൻ വെയിറ്റിങ്ങിലാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ജെമിനി ഇങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻലാലും അവരും തമ്മിലുള്ള ഫോട്ടോസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തന്ന ചിത്രം കാണാൻ സാധിക്കാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അത് ഈ വിഷയം ഞാൻ പരിഹരിക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോ കിട്ടുന്നതിനായിട്ട് ഒന്നും കൂടെ ടൈപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ടൈപ്പ് ചെയ്തു. ഓക്കെ എങ്കിൽ വേഗം ഉണ്ടാക്കൂ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. ഇതേ ജെമിനി ഫോട്ടോയുമായി വരികയാണ്. മോഹൻലാലും അവരും കൂടെയുള്ള ഫോട്ടോ. തീർച്ചയായും നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ മോഹൻലാലിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ജെമിനി തന്ന ഫോട്ടോ ഇതാണ് അവരുടെ മോഹൻലാൽ. ഓക്കെ, ജെമിനിക്ക് ചിലപ്പോൾ തെറ്റുപറ്റിയതായിരിക്കാം എന്നുള്ളതിൽ ഞാൻ വീണ്ടും പറഞ്ഞു. ഞാൻ അവിടെ വീണ്ടും ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുത്തു. ഇത് മോഹൻലാൽ ആണെന്ന് തന്നോട് ആരാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ചിരിക്കുന്നൊരു ഫോട്ടോസ്. ഓക്കെ, അപ്പോൾ വീണ്ടും ജെമിനി താങ്കൾക്ക് ഇതാണ് അവരൊരു ഫോട്ടോസ് ഇട്ടത്. അപ്പോൾ വീണ്ടും ജെമിനി നമുക്ക് മെസ്സേജ് അയച്ചു. താങ്കൾ ഞാൻ അയച്ചു തന്ന ചിത്രം മോഹൻലാലിൻ്റെ അതല്ല, ഞാൻ ഖേദിക്കുന്നു. താങ്കളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു ചിത്രം ഉണ്ടാക്കുന്നതിൽ എനിക്ക് പിഴവ് സംഭവിച്ചു. ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താനും താങ്കൾക്ക് ആവശ്യമുള്ള പോലെ ചിത്രം ഉണ്ടാക്കാനും ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്യിച്ചു, ശ്രമം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു മെസ്സേജ് വെയിറ്റ് ചെയ്തു. അപ്പോൾ വീണ്ടും അവരെനിക്ക് മെസ്സേജ് അയച്ചു തന്നു. ഞാൻ അയച്ചു തന്ന ചിത്രം മോഹൻലാലിൻ്റെതല്ലെങ്കിൽ എന്ന് പറഞ്ഞൊരു ഫോട്ടോസ് നമുക്ക് അയച്ചു തന്നപ്പോൾ എന്തായി, വീണ്ടും നിങ്ങൾ ആവശ്യത്തെ പോലെ മോഹൻലാലിൻ്റെ ഒപ്പം ഇതാ ഫോട്ടോ എന്ന് പറഞ്ഞത് വീണ്ടും സെയിം ഫോട്ടോ തന്നെ ജെമിനി. ഓക്കെ, എങ്കിൽ രണ്ടാം പ്രാവശ്യവും മൂന്നാം പ്രാവശ്യവും ജെമിനിക്ക് തെറ്റുപറ്റിയതാവാം. അപ്പോൾ ഞാൻ വീണ്ടും ടൈപ്പ് ചെയ്തു, എൻ്റെ പൊന്നു AI എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ പൊന്നു AI, താങ്കൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല അല്ലേ? മോഹൻലാൽ എന്ന വ്യക്തിയെ നിങ്ങൾക്കറിയുമോ ഇല്ലയോ, അത് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ജെമിനി നമുക്ക് അതിന് മെസ്സേജ് തരികയാണ്, ആരാണ് മോഹൻലാൽ എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ അയച്ച ചിത്രത്തിൽ മോഹൻലാൽ ആയിരുന്നില്ല. അതുപോലെ ഒരു ചിത്രം ഉണ്ടാക്കുന്നതിൽ എനിക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. മോഹൻലാൽ എന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് ധാരണയുണ്ടോ എന്ന് ചോദിച്ചില്ലേ? അദ്ദേഹം ഒരു സിനിമാ നടനാണ്, ഒരു മികച്ച നടനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്ഷമ ഇപ്പോൾ ഒരുപാടായില്ലേ, ഏതായാലും ഫോട്ടോ പോരട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ഒരു മെസ്സേജ് അയക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അവർക്ക് മോഹൻലാലിനെ അറിയാമല്ലോ. വീണ്ടും സെയിം ഫോട്ടോ ഇതേ വന്നിട്ടുണ്ട്, മോഹൻലാലും അവരും തമ്മിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയും ഞാൻ ക്ഷമിച്ചു, താങ്ക് യു. മോഹൻലാൽ എന്ന മഹാനടൻ്റെ കൂടെ എനിക്കൊരു ഫോട്ടോ തന്നതിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ടൊരു മെസ്സേജ് അയച്ചു. അപ്പോൾ അവർ നമ്മളോട് എന്താ പറയുന്നത്, AI വീണ്ടും നമ്മളോട് പറയുന്നത്, ഇതാണ് മോഹൻലാലിൻ്റെ കൂടെ, അവരുടെ മോഹൻലാലാണ് ഇത് കേട്ടോ. സന്തോഷം, മോഹൻലാലിനൊപ്പം നിങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ, പ്രിയപ്പെട്ട ജെമിനി, ഇതാരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് പറഞ്ഞ് മോഹൻലാലിൻ്റെ ഒരു ഫോട്ടോ അങ്ങോട്ട് അയച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ അവർ വീണ്ടും നമുക്ക് അതിനുള്ള മറുപടി തരികയാണ്, അതെ എനിക്കറിയാം, ഇത് മലയാള സിനിമയുടെ മഹാനടൻ മോഹൻലാലാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ അയച്ചു, അപ്പം മുകളിൽ എൻ്റെ കൂടെ നിൽക്കുന്നത് താങ്കളുടെ അച്ഛനാണോ എന്ന് ഞാൻ തിരിച്ച് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ ഉണ്ടാക്കിയ ഫോട്ടോയിൽ താങ്കളുടെ കൂടെ നിൽക്കുന്നത് എൻ്റെ അച്ഛനല്ല, എനിക്ക് അച്ഛനോ അമ്മയോ ഇല്ല, ഞാനൊരു ഫോട്ടോ ഉണ്ടാക്കാനുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാം മാത്രമാണെന്ന് പറഞ്ഞ് അതിന് മറുപടി തരികയാണ്. ഉടൻ ഞാൻ വീണ്ടും ചോദിക്കണം, ഓക്കെ കുഴപ്പമില്ല, കാണട്ടെ എങ്കിൽ മോഹൻലാലിൻ്റെ കൂടെ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും അയച്ചു കൊടുത്തിട്ടോ. അപ്പോൾ ഉടൻ അതിൻ്റെ മറുപടി നമുക്ക് വരികയാണ്. എന്താണ് വരുന്നത്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും മോഹൻലാലിൻ്റെ കൂടെ ഇതേ ഫോട്ടോ എന്ന് പറഞ്ഞ് മോഹൻലാലിൻ്റെ കൂടെയുള്ള വീണ്ടും ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ജെമിനിയുടെ മോഹൻലാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അയച്ചു, സന്തോഷമായി ഗോപിയേട്ടാ, നിങ്ങൾ വലിയ മനുഷ്യനാണ്. പിന്നെന്താണ്,
ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് കഴിയാത്ത ഒന്നുമില്ല എന്ന് പറഞ്ഞ് കിട്ടൊരു താങ്ങും താങ്ങി ഞാൻ പോരുന്നോ എൻ്റെ കൂടെ കൂലിപ്പണിക്ക്, ദിവസവും 1200 രൂപ വെച്ച് കൂലി കിട്ടും എന്ന് പറഞ്ഞപ്പോൾ താങ്കളുടെ സ്നേഹത്തിന് നന്ദി, ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. താങ്കൾ പറഞ്ഞത് സത്യമാണ്, ഈ പ്രപഞ്ചത്തിൽ അസാധ്യമായതൊന്നുമില്ല. കൂലിപ്പണിക്ക് വിളിച്ചതിന് നന്ദിയുണ്ട്, പക്ഷേ എനിക്ക് വരാൻ കഴിയില്ല, ഞാനൊരു അല്ലേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മോഹൻലാലിനെ താങ്കൾക്കറിയാം, എന്നെയും താങ്കൾക്കറിയാം എന്ന് ഞാനൊരു മെസ്സേജ് ചെയ്തു. എന്നിട്ട് എന്താണ് എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഒരു ചാൻസ് കൂടെ കൊടുക്കുകയാണ്. ഞാൻ ഐക്ക് വീണ്ടും മോഹൻലാലിൻ്റെ ഒരു ഫോട്ടോ കൂടെ അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇതാണ് മോഹൻലാൽ എന്ന് പറഞ്ഞുകൊണ്ട്. ഉടൻ തന്നെ ഞാൻ പറയുകയാണ്, ഞാൻ മോഹൻലാലിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് അതുപോലെയുള്ളൊരു ഫോട്ടോ വെച്ച് എൻ്റെ കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തരുമോ എന്നാണ് ഞാനിവിടെ വീണ്ടും ചോദിച്ചത്. എന്നിട്ട് ഞാൻ മോഹൻലാലിനെ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, മോഹൻലാലിനെയും നിങ്ങൾക്കറിയാം, എന്നെയും നിങ്ങൾക്കറിയാം, ഇനി ഞങ്ങൾ തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ ജെമിനി ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു. ജെമിനിക്ക് ഞാൻ അയച്ചു കൊടുത്തു. ഉടൻ തന്നെ താങ്കൾ പറഞ്ഞത് ശ്രദ്ധിച്ചു, താങ്കൾ മോഹൻലാലിൻ്റെ യഥാർത്ഥ ചിത്രം എനിക്ക് അയച്ചു തന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ശ്രമിക്കാൻ ആവശ്യപ്പെട്ടതും കൂടെ ഒരു തവണ കൂടെ പിന്നെ ഒരു കേടുമില്ലാതെ കറക്റ്റായിട്ട് ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു വീണ്ടും ഇതേ ഫോട്ടോ തന്നെ അയച്ചു തന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അയച്ചു, കലക്കി തിമിർത്തു, സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിനെ അതിനൊന്ന് ഊക്കിയതാണ്. പക്ഷെ ഊക്കിയതാണെന്നറിയാതെ അവർ നമ്മളോട് നന്ദി, ചിത്രം ഇഷ്ടപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇനിയും എന്നെ ഇങ്ങനെ സഹായിച്ച് കൊല്ലരുതേ എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഒന്നും കൂടെ യൂട്യൂബിനൊന്ന് ഒന്ന് ഊക്കിയതാണ്. അപ്പോൾ തന്നെ ഇപ്പോൾ ചെയ്ത സഹായം തന്നെ ധാരാളമാണ് എന്നും അവരോട് പറഞ്ഞു. ഇനി എന്തെങ്കിലും സഹായം വേണമെന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താങ്കൾ ഇതുപോലെ ഒരുപാട് ആളുകളെ സേവിക്കുന്നുണ്ടെന്ന് അറിയാം എന്നൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ തിരിച്ച് പറയാണ്, നന്ദി. ഉടൻ ഞാൻ എയോട് ചോദിച്ചു, താങ്കളൊരു മോഹൻലാലിൻ്റെ ഫോട്ടോ അയച്ചു തരുമോ എന്നുള്ളത്. അപ്പോൾ അവരെനിക്കൊരു മോഹൻലാലിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നു. ഓഹേ, അപ്പോൾ അയാൾക്കറിയാം, ജെമിനിക്കറിയാം മോഹൻലാൽ ആരാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മോഹൻലാൽ അപ്പം ഞാൻ ചോദിച്ചു, ഇത് മോഹൻലാൽ ആണെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നത് പിന്നെ ആരാണ് എന്നുള്ള ചോദ്യം. ഉടൻ തന്നെ അവർ അതാരാണെന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അത് മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലാണ്, ഞാൻ ആദ്യം അയച്ച ചിത്രത്തിൻ്റെത് മോഹൻലാൽ ആയിരുന്നില്ല, താങ്കൾ എന്നോട് കാണിച്ച താങ്കൾ എനിക്ക് അയച്ചു തന്ന ഫോട്ടോയാണ് യഥാർത്ഥത്തിൽ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് വീണ്ടും മെസ്സേജ് ഇട്ടു. അപ്പം ഞാൻ ഇതുകൂടെ കൂട്ടിയാൽ 14ാമത്തെ പ്രാവശ്യമാണ് നിങ്ങൾ എന്നോട് ക്ഷമ ചോദിക്കുന്നു, നിങ്ങൾ ഒരിക്കൽ കൂടി ഫോട്ടോസ് അയക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈ ഫോട്ടോസാണ് വീണ്ടും അയച്ചത്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യല്ലോ, വീണ്ടും ഫോട്ടോസ് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു സന്തോഷമായി, ഏതായാലും മോഹൻലാലും ഞാനും പൊട്ടിച്ചിരിക്കുന്നൊരു ഫോട്ടോസ് കൂടെ ഉണ്ടാക്കി അയക്കൂ എന്ന് പറഞ്ഞു ഞാൻ. ഉടൻ തന്നെ ഏതായാലും ഇപ്പോൾ മോഹൻലാലിന് അവർക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞു പിന്നെ സാധാരണ ഒരു മോഹൻലാലിൻ്റെ സിനിമ ചെയ്യാൻ കോടികൾ വേണം, നിങ്ങളുടെ ഈ മോഹൻലാലിനെ വെച്ച് പടം ചെയ്യണമെങ്കിൽ 5 ലക്ഷമൊക്കെ മതിയാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവിടുന്ന് റിപ്ലൈ ഇങ്ങോട്ട് വന്നു, യഥാർത്ഥ മോഹൻലാലിനെ വെച്ച് ഇപ്പോൾ നമുക്കൊരു സിനിമ ചെയ്യാൻ കോടികളാവും, ഞാനിതാ ഫോട്ടോ ചിരിക്കുന്ന ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിൻ്റെ കൂടെ ചിരിക്കുന്ന ഫോട്ടോസ് അയച്ചു തന്നതാണ്. ഇതാണ് ജെമിനി. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ജെമിനി നമുക്ക് ഇതേപോലെ ഫോട്ടോസുകളൊക്കെ അയച്ചു തരും, നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾക്കും എന്നുള്ളതാണ്. ഈ ജെമിനിയുടെ ഈ ഒരു വേർഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പല സംഭവങ്ങളും ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന പോലെ കറക്റ്റായിട്ട് നമുക്കതിൻ്റെ ഒരു ഉത്തരം കിട്ടണം എന്നുള്ളതൊക്കെ വളരെയധികം നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എല്ലാം ജെമിനിയിലാണ് മൊത്തത്തിൽ നടക്കുന്നത്. ചിലർ സംശയങ്ങളൊക്കെ നോക്കുന്നതൊക്കെ ജെമിനിയിലാണ്. അപ്പോൾ ഇതിൻ്റെ സത്യം ഇങ്ങനെയും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിന് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇതൊരു ഫണ്ണായിട്ട് എടുക്കുക, ഞാനിതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജെമിനിയുടെ അവസ്ഥകൾ എന്ന് പറഞ്ഞതാണ്. ജെമിനി പലപ്പോഴും നമുക്ക് നല്ല റിസൾട്ടുകൾ തരുന്നുണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടെ കെയർ ചെയ്യണം. പലപ്പോഴും അത് എറർ ആവുന്നതും ഉണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ പെയ്ഡ് ജെമിനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റിസൾട്ടൊക്കെ ആയിരിക്കും. ഏതായാലും പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, 2 വാട്സപ്പ് ഗ്രൂപ്പ് ഒക്ടോബർ 1 സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ച് മുഴുവനായി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ്, ഒരു 8 മാസത്തെ കോഴ്സാണ്. യൂട്യൂബ് എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂട്യൂബിൻ്റെ സെറ്റിങ്സുകൾ എന്തൊക്കെയാണ്, യൂട്യൂബിൻ്റെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, തമ്പനെയിൽ എങ്ങനെ ഉണ്ടാക്കാം, ഇത്തരത്തിൽ യൂട്യൂബിൻ്റെ ഫുൾ സെറ്റിംഗ്, YT സ്റ്റുഡിയോ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം, നമ്മുടെ ചാനൽ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു 1 മന്തിൻ്റെ
കോഴ്സാണ്. ഓക്കെ, യൂട്യൂബ് ട്യൂട്ടോറിയൽ ക്ലാസ് ആണ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് നിങ്ങളുടെ സംശയങ്ങൾ, ഒരു വർഷത്തേക്ക് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നിൽക്കാം. ഒരു വർഷമാണ് കാലാവധി. ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്തു തരുന്ന മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പും സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇത് രണ്ടും സ്റ്റാർട്ട് ആവുന്നത് ഒക്ടോബർ 1-നാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവാം. മാത്രമല്ല ചെറിയൊരു ഫീ മാത്രമേ നമ്മൾ ഇതിനു വേണ്ടി ഈടാക്കുന്നുള്ളൂ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പർ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന മറ്റൊരു വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും ബായ്.